18th ആൽഫക്കാരാണ് അതിനാൾ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ വന്നിട്ടുണ്ട്. ഒരു കോൾ വരുന്നുണ്ട്. യെസ്, ഹലോ. നഫീസത്ത് ഷഹാന മൊണാക്കോ. നീ ഫോൺ എടുത്തില്ലല്ലോ, ഫോൺ വന്നില്ല നിനക്ക്? ഓക്കെ ഖുർആൻ വായന. ഓക്കെ, നിങ്ങള് പിന്നെ ലൈവിലുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മളിവിടെ അക്യൂഷ് അക്കാഡമി BSന്റെ റാങ്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ ഇടയിൽ നിങ്ങൾ വിളിച്ചിരുന്നത്, പക്ഷെ നിങ്ങൾ ഫോൺ എടുത്തില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഏതായാലും സന്തോഷം. ഇപ്പൊ ഒന്നാമത്തെ റാങ്ക് പറയുന്നതിന്റെ ഇടയ്ക്കാണ് നിങ്ങളെ ഫോൺ ഇങ്ങോട്ട് വന്നത്. അതൊരു സന്തോഷം. നിങ്ങളെ സൗണ്ട് ലൈവിൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 3rd റാങ്ക് ആണ്. എന്ന് വെച്ചാൽ മധുമതി മാഡത്തിന്റെ കൂടെ സെയിം 482 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയുള്ളത്. കാസർഗോഡ് ബ്രാഞ്ച് നഫീസത്തു ഷഹാന മൊണാക്കോ. കൺഗ്രാറ്റുലേഷൻ. എന്താണ് ഇത് 3rd റാങ്ക് കിട്ടിയവർ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? എനിക്കൊന്നും പറയാൻ അറിയില്ല. ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടി സന്തോഷം കൊണ്ട്. വെരി ഗുഡ് അല്ലേ? ഹാർട്ട് ബീറ്റ് കൂടിയാലും കുഴപ്പമില്ലേ? ഒരു കുഴപ്പമുണ്ടാവില്ല. മരുന്ന് കഴിക്കുന്ന ആൾക്ക് മാത്രമാണ് ഹാർട്ട് ബീറ്റ് കൂടി കുഴപ്പമുണ്ടാവുള്ളൂ. ഒരുപാട് സന്തോഷിച്ചുള്ള ഹാർട്ട് ബീറ്റ് കൂടി കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, പഠിച്ചോന്റെ കാലുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഏതായാലും എന്ത് പറയാൻ തോന്നുന്നു? 3rd റാങ്ക് കിട്ടിയ എന്ത് പറയാൻ തോന്നുന്നു? മധുമതി മാഡം ഒരുപാട് സംസാരിച്ചു 3rd റാങ്ക് കിട്ടിയ സന്തോഷത്തില്. നിങ്ങൾക്ക് എന്ത് പറയാൻ തോന്നുന്നു? എനിക്കിപ്പോ അക്യുപങ്ചർ വന്നിട്ട് ജോയിൻ ആയത് തന്നെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്. ഞാൻ ഞാനിവിടെ MBBS പോകുന്ന ആളാണ്. നീറ്റ് ഏതാ വിചാരിച്ചിട്ട് ആയിഷ ഞങ്ങളുടെ കാസർഗോഡിനാണ്. അപ്പൊ ഓരോ ഇത് കേട്ടിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ ജോയിൻ ആവാന്ന് പറഞ്ഞ്. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് കുറെ തവണ തോന്നി വേണം പഠിക്കണം. പിന്നെ എല്ലാ ദിവസം വരുമ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ശരിയാണ്. എനിക്ക് എന്റെ ഉള്ളില് ആൾക്കാരടുത്ത് ഞാൻ പറയുന്നില്ലെങ്കിലും ആൾക്കാരെന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഉണ്ട്. റാങ്ക് പ്രശ്നമല്ല, ഞാൻ ഇത് പഠിച്ചു എന്നുള്ളത് എനിക്കൊരു സന്തോഷമുണ്ട്. കൺഗ്രാറ്റുലേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇനി ഏതായാലും ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് അലോപ്പതിയാണ്, MBBS ആണ്. അപ്പൊ നീറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് അക്യുപഞ്ചർ പഠിച്ചൊരു കൊല്ലം ഇനി നീറ്റിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ കഴിഞ്ഞ വർഷം അത് വിട്ടു. ഏതായാലും നമ്മളെ റാങ്ക് ഈ റാങ്കെല്ലാം കിട്ടി, മാർക്കെല്ലാം കിട്ടി. കോൺവെക്കേഷന് ശേഷം IAP മെമ്പർഷിപ്പ് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങളെ സമൂഹത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ ചികിത്സ കൊണ്ട് രോഗം മാറിയ രോഗികളാണ് നിങ്ങൾക്ക് റാങ്ക് പ്രഖ്യാപിക്കേണ്ടത്. യു ആർ ദ ബെസ്റ്റ് ഡോക്ടർ, യു ആർ ദ ബെസ്റ്റ് അക്യുപങ്ചറിസ്റ്റ് എന്ന് പറയേണ്ടത് അവരാണ്. അങ്ങനെ നിങ്ങളെപ്പറ്റിയും ഈ ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളെ പറ്റിയും ജനങ്ങൾക്ക് പറയാൻ, ആ രീതിയിൽ പ്രവർത്തിക്കാൻ, നല്ല ചികിത്സകരാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ഫസ്റ്റ് റാങ്കിലേക്ക് പോകല്ലേ? ഇനി ഫസ്റ്റ് റാങ്ക് പ്രഖ്യാപനത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് റാങ്കിൽ ഞാൻ വിളിക്കാൻ പോവാണ്.